നല്ലതാണ്, സന്തോഷം. അവരുടെ പ്രേക്ഷകരാണ് പകുതി പേരും എന്നെ വളർത്തി നിർത്തിയിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നത്. ആക്ച്വലി നിങ്ങളാണ് പറയേണ്ടത്, ക്യാമറ നിങ്ങളുടെ നേരെയാണ്. ഒരുപാട് നാളെ ശേഷം ഒരു ബ്രേക്ക് എടുത്തു, അതിന് വീണ്ടും അഭിനേത്രിയെ തിരിച്ചിരുന്നു നമുക്കടെ കൂടെ. അത് ഇങ്ങനൊരു സ്റ്റോറി ലൈൻ എങ്ങനെയായിരുന്നു ഇതിനകത്ത് ഈ ഒരു സിനിമ പിക്ക് ചെയ്യാനുള്ള ഒരു കാരണം? ഈ ഒരു സിനിമ എനിക്ക് വന്നതാണ്, ഞാൻ പിക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഓപ്ഷൻ ഇല്ലായിരുന്നു. സോ അത് ചെയ്തു. ഒരു നല്ല വെൽ റിട്ടൺ ക്യാരക്ടറാണ്, ഡെപ്ത് ഉണ്ട്, അതുകൊണ്ടാണ് പകുതി മുക്കാലും അപ്രിസിയേഷൻ കിട്ടുന്നത് നമുക്ക്. സോ ഇറ്റ്സ് വെൽ റിട്ടൺ ക്യാരക്ടർ, അത് ചെയ്തു. കണ്ടതിന്റെ പ്രേക്ഷകരെല്ലാം പറയുന്ന 3 പേര്, മമ്മൂക്ക, സിദ്ധാർത്ഥ് ഭരതൻ, ഈ 3 പേരുകളാണ് ഇപ്പോൾ എല്ലാവരുടെയും മൈൻഡിലേക്ക് വന്നത്. ഇങ്ങനെ സെക്കൻഡ് പാർട്ട് വരുമ്പോഴും ഇങ്ങനെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി അത് എൻ്റെ അടുത്തല്ല, രാഹുലിൻ്റെ അടുത്ത് കഴിക്കുന്നത്. ആഗ്രഹമുണ്ട് സെക്കൻഡ് പാർട്ടിന് വേണ്ടി? എനിക്ക് തോന്നുന്നില്ല, എനിക്ക് അറിഞ്ഞൂടാ, പറയാൻ പാടില്ല. അത് രാഹുലാണ് പറയുന്നത്. ഇത് രാഹുലിന്റെ മുന്നോട്ട് കടം ഭൂതകാലം ഒരു ഭയങ്കര പേടിപ്പെടുന്ന ഒരു കുറച്ച് മൂവിയായിരുന്നു. അതിനേക്കാൾ അത് പ്രേക്ഷക ശ്രദ്ധയും നേടിയത്. ഈ സിനിമയും അതുപോലെ തന്നെ എല്ലാവരും ഭയപ്പെടുന്ന സിനിമ തന്നെയാണ്. ആണോ? ഭയപ്പെടുത്തുക നല്ലത്. അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ഇതിനകത്ത്. അധികാരമുള്ളവർ എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു പൊളിറ്റിക്സും കൂടെ നൈസായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അത് എനിക്കറിയില്ല, അത് മനസ്സിലാവുക. പക്ഷെ അത് കിട്ടേണ്ടതാണ് അല്ലേ? അപ്പം നിങ്ങൾ ചോദിച്ചില്ലേ, അത് കിട്ടേണ്ടതാണ്. എന്ത് വിജയിക്കുന്ന തോന്നുന്നുണ്ടോന്നാ? എൻ്റെ അടുത്ത് തോന്നുന്നുണ്ടോന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല നല്ല സിമ്പിളായിട്ടുള്ള പടങ്ങൾ വിജയിക്കുമ്പോൾ. തോന്നുന്നുണ്ടോന്ന് ചോദിക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കഥ പറഞ്ഞാൽ ഏത് സിനിമയും വിജയിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കഥ പറയുന്നത്. ഇത്ര വലിച്ചു നീട്ടി ഇതൊക്കെ ആകുമ്പോഴാണ് ആൾക്കാർ ലാഭിച്ചു വന്നിരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏത് കഥ പറഞ്ഞാലും വിജയിക്കും. നമ്മുടെ പ്രേക്ഷകർ അത് അങ്ങനെ സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷകരാണ്. അത് അച്ഛൻ്റെ അടുത്ത് തന്നെ ചോദിക്കും. അത് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു കോൺട്രോവേഴ്സി പടത്തിനുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു പേരിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ മാറ്റേണ്ടി വന്നു. അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? ഫിലിം മേക്കർ അല്ല, അത് അവര് വെരി അൺകംഫർട്ടബിൾ വിത്ത് ഇറ്റ്, നമ്മളത് മാറ്റുക എന്നുള്ളതല്ലേ. അത് വാശി പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അവരെ ഹേർട്ട് ചെയ്യണു എന്നുള്ളതായിരുന്നല്ലോ അവരുടെ വിഷയം. അവരുടെ ഹേർട്ട് മാറ്റുക, നമ്മളായിട്ട് ഇനി ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. താങ്ക് യു. റമയും വൺ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. സോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ചത് അടിപൊളിയായി. കാരണം ഇതിൻ്റെ ഇമ്പാക്റ്റ്, ആ ഓരോ സീൻസിൻ്റെ ഇമ്പാക്റ്റ്, ഒരു പഴയ കാലഘട്ടം, ഒരു 17-ാം നൂറ്റാണ്ടൊക്കെ കാണിക്കണം. അതൊക്കെ പക്കയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയേണ്ട പെർഫോമൻസുകളാണ്. എൻ്റെ മമ്മൂട്ടി, അർജുൻ, സിദ്ധാർത്ഥ് ഭരതൻ, എല്ലാവരും കട്ടയ്ക്ക് പറഞ്ഞ പെർഫോമൻസ് ഉണ്ട്. ആൻഡ് അർജുൻ അശോകൻ്റെ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് പറയാം. മമ്മൂക്ക ഈ 73-ാമത്തെ വയസ്സിൽ എൻ്റെ പൊന്നോ, ഓരോ ചിരി, എക്സ്പ്രഷൻസ്, നോട്ടം, സൈക്കോ, ഞാൻ കൂടുതലൊന്നും പറയാനുള്ള വൺ ഹെൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. കാണുമ്പോൾ അറ്റ്മോസ്ഫിയർ തന്നെ കാണാൻ നോക്കുക. കാരണം സൗണ്ടിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാറ്റ്സ് ഓഫ് എൻറ്റയർ ക്രൂ, ഓരോ സീനിലെ ഡീറ്റെയിലിംഗ് വരെ, ആ മന കാണിക്കുന്നതായാലും, പിന്നെ ഒരു പക്ക ക്ലാസ് മൂവി. എനിക്കൊരു തുമ്പട്ട് ലെവൽ മൂവിയൊക്കെ ഫീൽ ചെയ്തു. മലയാള സിനിമയ്ക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഫസ്റ്റ് ടൈം. എന്തായാലും തീരുമാനം കാണാം. ഡോണ്ട് മിസ് ഇറ്റ്. റമയ്ക്ക് മിസ് എ ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ്. രണ്ട് മൂന്ന് ഞെട്ടിക്കുന്ന സീൻസ് ഉണ്ട്. പക്ഷെ ഇതൊരു ഹൊറർ എലമെന്റ് അല്ല. ഞാൻ പറയാ, എനിക്ക് എങ്ങനെ പറഞ്ഞാൽ ഒരു ഹിന്ദിയിൽ തുമ്പട്ട് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയത്. സോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഹൊറർ എലമെന്റ് മൂവിയായിട്ട് കാണരുത്, പക്ഷെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. ഡോണ്ട് മിസ് ഇറ്റ്. നിങ്ങളെ നിരാശപ്പെടുത്തില്ല, അത് പക്കാ ഗ്യാരണ്ടിയാണ്. തിയേറ്ററിൽ കുലുങ്ങല്ല, തിയേറ്ററിൽ ഞെട്ടായിരുന്നു. മമ്മൂട്ടിയുടെ ആ ഒരു ഹാറ്റ്സ് ഓഫ്. നല്ല
അടിപൊളി സിനിമ, ഗംഭീര പടം. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് എടുത്തതെന്നുള്ള ഒരു പരാതിയൊക്കെ ആളുകൾക്ക് ഉണ്ടെങ്കിലും അത് ആ ഒരു കഥാ പശ്ചാത്തലത്തിന് വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയേക്കണല്ലേ. നല്ല സുന്ദരമായിട്ടിരുന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന, പിന്നെ ഈ തമാശ പേടിപ്പെടുത്തുന്ന രംഗങ്ങള് പിന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ കാണാൻ പറ്റൂല, പേടിയാവും എന്നൊക്കെ വിചാരിച്ച ആരും അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റുകളൊന്നും ശ്രമിക്കിടണ്ട. സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വളരെ നല്ല സുന്ദരമായിട്ട് വന്ന് കണ്ടിരുന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സിനിമ. മമ്മൂട്ടിയുടെ വെറൈറ്റി ലുക്കല്ലേ, എന്താ മേക്ക് ഓവർ മമ്മൂട്ടിയുടെ. എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ലൊക്കേഷൻ ആണെങ്കിലും BGM സ്കോർ ആണെങ്കിലും അതിന്റെ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിന്റെ ഡയറക്ഷൻ ആണെങ്കിലും വളരെ ഗംഭീരം, ഒന്നും കളയാനില്ല. നല്ല സുന്ദരം പടം, ഭ്രമയുഗം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണും, എല്ലാവരും വന്ന് കാണട്ടെ. നല്ല സുന്ദരം പടം, എന്തായാലും അടിപൊളി. ഓക്കെ, താങ്ക് യു. പടം കിടിലം പടം എന്ന് പറയാം. മമ്മൂക്കയുടെ പെർഫോമൻസ് കാണണോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ പടത്തിന് ടിക്കറ്റ് എടുത്തോ. മുതലാണ് പടം. അതായത് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇനി മമ്മൂക്കയുടെ എല്ലാം വേറൊരു നടൻ ഇന്ത്യൻ സിനിമയിൽ നിന്നല്ല ലോകത്തിലേ ഉണ്ടാവില്ല എന്ന് ഞാൻ പറയും. കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് ഇതിൽ കാട്ടിയതാണ്. പിന്നെ ഇപ്പൊ ട്രെയിലറിൽ കാണിച്ചെന്ന് പറഞ്ഞ ചിരിയില്, ആ ചിരിയൊക്കെ തിയേറ്ററിൽ നിന്ന് ആസ്വദിക്കുമ്പോഴല്ലോ ആ BGM